നാടൻ ശൈലിയിലുള്ള ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ കൊത്ത് ചേർക്കാം. നിങ്ങൾ ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യുക, അതല്ല ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാതും കുഴപ്പമൊന്നുമില്ല. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുക. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഈ സമയത്ത് ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവ് ചേർത്ത് വേണം നമുക്ക് ചേർക്കാൻ, കാരണം നമ്മളിതിൽ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തും കൂടി ഞാനിതിലേക്ക് ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റായുള്ള റെസിപ്പിയാണിത് ചെയ്യുന്നത്. നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 മീഡിയം സൈസുള്ള, ഞാൻ ഏകദേശം 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസുള്ള സവോള എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് ഇപ്പോൾ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ നേരെ 4 മീഡിയം സൈസിലുള്ള സവോള ഇട്ടാൽ മതി. ഈ സവോള ഒന്ന് പെട്ടെന്ന് വെന്ത് വരുന്നതിനായിട്ട്, വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തേക്കാം. ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അല്ല, ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ഇതിലേക്ക് മസാലകൾ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. നേരത്തെ ഞാൻ 2 പച്ചമുളക് എടുത്തുകൊണ്ടാണ് മുളക് അളവ് അത്ര എടുത്തത്, മുളക് പൊടിയുടെ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് ഇച്ചിരി കൂട്ടാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള, ഇതിപ്പോൾ നിങ്ങൾ ഈ പച്ചമണം മാറുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളിതിൻ്റെ മണമെല്ലാം ഒന്ന് മാറ്റാൻ. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ നിങ്ങൾ വഴറ്റിയാൽ മതിയാവും. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരാനും വഴന്ന് വരാനും വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് നമുക്കിതിനൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വേവിക്കാൻ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഞാൻ ഒന്നും കൂടി ഉടഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം, ഞാനൊരു ചെറിയ അളവ്, കുറച്ച് അളവിൽ, ഏകദേശം ഒരു 1/4 കപ്പ് പോലും ഇല്ലാത്ത അളവിൽ ഞാനതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തത് തക്കാളിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് തന്നെ ഞാൻ വേവിക്കുവാണ്. ഒരു മിനിറ്റും കൂടി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ തക്കാളിയെല്ലാം ശരിക്കും നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റും കൂടി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച
ചിക്കൻ ചേർത്ത് വയ്ക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ചിക്കനൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വളരെ രസകരമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നതിന് ശേഷം ഇതൊന്നിപ്പോൾ ഏകദേശം ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് ഗ്രേവി ടൈപ്പായിട്ട് ഇതിലൊന്ന് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചതൊന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടി നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളോട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 2 മിനിറ്റും കൂടി ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിട്ടൊരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ വരയ്ക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.